ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ ഡീകോഡർ വെച്ചിട്ട് ഫുൾ ആഡറിനെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് പറയാം. അപ്പോൾ ഇത് പഠിക്കണമെങ്കിൽ ആദ്യം എൻകോഡർ എന്താ, ഡീകോഡറിൻ്റെ ട്രൂത്ത് ടേബിൾ, പിന്നെ അതിൻ്റെ ലോജിക്കൽ ഡയഗ്രാം ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അതേപോലെ ഹാഫ് ആഡർ, ഫുൾ ആഡർ അതിൻ്റെയും ട്രൂത്ത് ടേബിൾ എല്ലാം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഓൾറെഡി 2 വീഡിയോസ് ഉണ്ട്. ഒരു വീഡിയോയിൽ എൻകോഡർ ആൻഡ് ഡീകോഡറാണ് ഷെയർ ചെയ്തിട്ടുള്ളത്, ആൻഡ് വേറെ വീഡിയോയിൽ ഹാഫ് ആഡർ ആൻഡ് ഫുൾ ആഡർ ഉണ്ട്. അപ്പോൾ ആദ്യം അത് കണ്ടിട്ട് അതിന് ശേഷം ഇത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഒരു ഫുൾ ആഡറിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ 2 വേസ് ഉണ്ട്. ഒന്ന് നാൻഡ് ഗേറ്റ് വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓർ ഗേറ്റ് വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ക്വസ്റ്റനിൽ നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്യും, ചിലപ്പോൾ ഓർ ഗേറ്റ് ആൻഡ് ഗേറ്റ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് സ്പെസിഫൈ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അവർ പറയുന്ന ഗേറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അങ്ങനെ ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് ഏതാണോ അതിട്ട് ചെയ്യാം. ആൻഡ് ഇതിൽ ജസ്റ്റ് സിമ്പിൾ മാത്രമാണ് മാറുന്നത്, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ആദ്യം ഫുൾ ആഡറിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. ഫുൾ ആഡറിൽ നമുക്ക് 3 ഇൻപുട്ട്സ് ആണ് വരുന്നത്, എ, ബി, പിന്നെ ക്യാരി ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻപുട്ട് ഉണ്ട്. അപ്പോൾ എ, ബി, ക്യാരി ഇൻപുട്ട്, ഇതാണ് ഫുൾ ആഡറിൽ വരുന്ന 3 ഇൻപുട്ട്സ്. പിന്നെ അതിനുള്ള 2 ഔട്ട്പുട്ടാണ് ക്യാരി ആൻഡ് സം. ഓക്കെ, അപ്പോൾ നമുക്ക് സമ്മ് വേണമെങ്കിൽ എ, ബി, സി ഈ 3 ഇൻപുട്ട് വേണം. ക്യാരി വേണമെങ്കിലും ഈ 3 ഇൻപുട്ട് വേണം. അപ്പോൾ നമുക്ക് n = 3 ആണ്. ഫുൾ ആഡറിൽ n = 3 ആണ്. അപ്പോൾ നമ്മൾ ഡീകോഡറിൽ ചെയ്യുമ്പോൾ നമുക്ക് ഡീകോഡറിൽ 3 ഇൻപുട്ട്സ് ആണെങ്കിൽ ഔട്ട്പുട്ട് 2⁻³ ആയിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ഇൻപുട്ട് 3 ആയതുകൊണ്ട് ഡീകോഡറിലും ഇൻപുട്ട് 3 ആയിരിക്കും. അപ്പോൾ നമുക്ക് 8 ഔട്ട്പുട്ട്സ് കാണും. അപ്പോൾ ആദ്യം ഫുൾ ആഡറിൻ്റെ ഒരു ട്രൂത്ത് ടേബിൾ നോക്കാം. ഈ എ, ബി, ക്യാരി ഇൻപുട്ട് ഇല്ലേ, ഇത് 3ൻ്റെയും നമ്പേഴ്സ് നമ്മൾ ഒരു ബൈനറി ഓർഡറിൽ തന്നെ കൊടുക്കണം. ഇപ്പോൾ 000, 001, 010, 011, 100, 101, 110 ആൻഡ് 111. ഇനി 0+0+0 സം 0 ആണ്, ക്യാരി 0 ആണ്. പിന്നെ 0+0, 0+1 സം 1, ക്യാരി 0. 0+1, 1, 1+0 സം 1, ക്യാരി 0. 0+1, 1, 1+1 ചെയ്യുമ്പോൾ സം 0, ക്യാരി 1 ആണ് വരുന്നത്. പിന്നെ 1+0, 1+0, 1+0 1 ആണ്, ക്യാരി 0. 1+0, 1, 1+1 സം 0, ക്യാരി 1. 1+1+0 ചെയ്യുമ്പോഴും സമ്മ് 0 ആണ്, ക്യാരി 1. പിന്നെ 1+1+1 ചെയ്യുമ്പോൾ നമുക്ക് സം 1 വരും, ക്യാരിയും 1 വരും. ഇതാണ് നമ്മളുടെ സമ്മിൻ്റെയും ക്യാരിയുടെയും ഔട്ട്പുട്ട്സ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ഫോം ചെയ്യാം. നമുക്ക് സമ്മിൻ്റെ ഇക്വേഷനാണ് Cn XOR A XOR B, ആൻഡ് ക്യാരിയുടെയാണ് AB + Cn × A XOR B. നമുക്ക് ഡീകോഡർ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഇക്വേഷൻസ് ആവശ്യമില്ല, ഈ ട്രൂത്ത് ടേബിൾ മാത്രമാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം 3/8 ഡീകോഡർ വരയ്ക്കണം. ഇതിപ്പോൾ ഒരു 3/8 ഡീകോഡറാണ്. ഇതിൽ 3 ഇൻപുട്ട്സ് ഉണ്ട്. ആ 3 ഇൻപുട്ട്സ് നമുക്ക് എ, ബി, ക്യാരി ഇന്നായിട്ട് എടുക്കാം. പിന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 8 ഔട്ട്പുട്ട്സ് വേണം. 1, 2, 3, 4, 5, 6, 7, 8. ഇപ്പോൾ 8 ഇൻപുട്ട്സ് ആയി. ഇത് 0, 1, 2, 3, 4, 5, 6, 7. 2 ഔട്ട്പുട്ടാണുള്ളത്, സമ്മ്, ക്യാരി. ഇപ്പോൾ സമ്മിനും നമ്മൾ വരയ്ക്കണം, ക്യാരിക്കും ഇതിൽ ഔട്ട്പുട്ട് വരയ്ക്കണം. ഇപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഓർ ഗേറ്റ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം ക്യാരി എപ്പോഴാണോ ഹൈ ആവുന്നതെന്ന് നോക്കണം. അപ്പോൾ ക്യാരി ഹൈ ആവുന്നത് 0, 1, 2, 3. 3rd പൊസിഷനിൽ ക്യാരി ഹൈ ആവുന്നുണ്ട്. ഇപ്പോൾ 3rd പൊസിഷനിൽ ക്യാരി ഹൈ ആവുന്നുണ്ട്. പിന്നെ 5th പൊസിഷൻ, 6th പൊസിഷൻ ആൻഡ് 7th പൊസിഷൻ, ഈ 4 പൊസിഷൻസിലാണ് നമുക്ക് ക്യാരി ഹൈ ആവുന്നത്. അപ്പോൾ ആ 4 ഇതിൽ നിന്ന് എടുക്കാം. അപ്പോൾ ആദ്യം 3 എടുക്കണം, പിന്നെ 5 എടുക്കണം, പിന്നെ 6 എടുക്കണം ആൻഡ് 7 എടുക്കണം. ഇത് ഓർ ഗേറ്റ് ആയതുകൊണ്ട് നമുക്കിവിടെ ഓർ ഗേറ്റ് പാസ് ചെയ്യാം. ഇത് സി കിട്ടി. ഇനി നമുക്ക് സം ചെയ്യണം. സമ്മ് ഹൈ ആവുന്നത് 1th പൊസിഷൻ, 2, 4, 7, 1, 2, 4, 7 ഈ നമ്പേഴ്സിലാണ് സമ്മ് ഹൈ ആവുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എടുത്ത് പിന്നെ വേറൊരു ഓർ ഗേറ്റും പാസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1, 2, 4, 7. ഇത് നിങ്ങൾ വരയ്ക്കുമ്പോൾ കുറച്ച് നീറ്റായിട്ട് വരയ്ക്കണേ. ഓർ ഗേറ്റ് പാസ് ചെയ്തു. അപ്പോൾ ഇതാണ് സമ്മ്. ഇതാണ് ഇംപ്ലിമെൻറ്റിങ് എ ഫുൾ ആഡർ വിത്ത് ഡീകോഡർ ആൻഡ് 2 ഓർ ഗേറ്റ്. ഇനി ഇത് ആൻഡ് ഗേറ്റ് ആണ് പറയുന്നതെങ്കിൽ ഈ ഓർ ഇല്ലേ, ഓറിൻ്റെ സിമ്പിളിന് പകരം നമ്മൾ ആൻഡ് ഗേറ്റിൻ്റെ സിമ്പിൾ ഇട്ടാൽ മതി. നമുക്ക് ഫുൾ ആഡർ വിത്ത് ഡീകോഡർ യൂസിങ് 2 ആൻഡ് ഗേറ്റ്സ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ്
ഡീകോഡർ വെച്ചിട്ട് ഫുൾ ആഡറിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ആദ്യം ഫുൾ ആഡറിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കണം. പിന്നെ അതിൽ എപ്പോഴാണോ ക്യാരി ഹൈ ആവുന്നത്, പിന്നെ എപ്പോഴൊക്കെയാണ് സമ്മ് ഹൈ ആവുന്നതെന്ന് നോക്കണം. ആൻഡ് അത് ഹൈ ആവുന്ന കേസ് എടുത്തിട്ട് ആദ്യം നമ്മൾ ഡീകോഡർ വരയ്ക്കണം. ഡീകോഡർ വരച്ചിട്ട് അത് എപ്പോഴാണോ ഹൈ ആവുന്നത് ആ കേസസ്, ഇപ്പോൾ സമ്മ് എപ്പോഴാണോ ഹൈ ആവുന്നത് ആ കേസസ് എല്ലാം എടുത്തിട്ട് ആൻഡ് ആണെങ്കിൽ ആൻഡ് അല്ലെങ്കിൽ ഓർ കൊടുത്തിട്ട് പാസ് ചെയ്യണം. അത് സമ്മിൻ്റെ ആണ്. പിന്നെ ക്യാരി എപ്പോഴാണോ ഹൈ ആവുന്നത് ആ നമ്പേഴ്സൊക്കെ നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ് എല്ലാം എടുത്തിട്ട് ആൻഡ് ഗേറ്റ് ഓർ ഗേറ്റ് പാസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ക്യാരിയുടെ ഇക്വേഷനും കിട്ടും. ഇങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. താങ്ക്